നിയമാവലിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രവാസികളായ നമ്മൾ നേരിടുന്ന ലോണ്, ക്രെഡിറ്റ് കാർഡ്, ഇത്തരം സംഭവങ്ങളുമായിട്ടാണ്. പല ആവശ്യങ്ങൾക്കുമായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ലോണുകൾ എടുക്കും. പക്ഷെ പ്രവാസികളായി നമുക്ക് ഈ രാജ്യത്ത് ജോബ് സെക്യൂരിറ്റി വളരെ ലിമിറ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് ഏത് സമയത്തും പൊട്ടാം. കാരണം ചിലപ്പോൾ നമ്മൾ പണം ബാങ്കിൽ നിന്ന് എടുത്തു, വലിയൊരു പലിശയാണ് ബാങ്കുകൾ ഈടാക്കുന്നത്. ചുരുങ്ങിയത് ഒരു 4 വർഷത്തെ കമ്മിറ്റ്മെൻറ്റ് ഓരോ ലോണിനും ഉണ്ടാവും. കൃത്യമായ അതിൻ്റെ EMI അടച്ചു കൊടുക്കണം. ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ 2 or 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കേസ് ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ നമ്മളവർ വീണ്ടും അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ആ EMIയുടെ സ്റ്റേജ് ഒന്ന് മാറ്റും, ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യും, ആ ലോണിനൊന്ന് ടോപ്പപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതുവരെയുള്ള കൊടുത്ത പൈസയും പിന്നെ നമ്മൾ ടോപ്പപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ പൈസ കൊണ്ട് വീണ്ടും നമ്മൾ പേയ്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യും. അതും സക്സസ് ആവില്ല. ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. കാരണം നമ്മൾ ഓൾറെഡി ട്രാവൽ ബാനാണ്. ഇത്തരം സാഹചര്യത്തിൽ വന്നു പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ വ്യക്തമായി പ്ലാനോടുകൂടി നമ്മൾ എടുക്കുന്ന ലോണുകൾ സമയാസമയം അടച്ചു തീർക്കാനും ആ പണം ദുരുപയോഗപ്പെടുത്താതെ ലക്ഷറിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് ബിസിനസ് പർപ്പസിനായിരിക്കും. ആ പണം എടുത്തിട്ടായിരിക്കും നമ്മളൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് യാതൊരു റിട്ടേൺസും കിട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുക്കുന്ന പൈസ 10% അല്ലെങ്കിൽ 8% നമ്മൾ ബാങ്കിന് കൊടുക്കുന്നുണ്ടെങ്കിൽ 20% നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ഏതെങ്കിലും ഇത്തരത്തിൽ നഷ്ടം, നമ്മുടെ ആ പ്ലാനുകളിൽ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അനേകം ബിസിനസ്സുകാർ, അനേകം ജോലിക്കാർ, പ്രവാസികളായ അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ UAE ഇത്തരം സംഭവത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആവുന്നതും നമ്മളെടുക്കുന്ന പണം വ്യക്തമായും അതിൻ്റെ ശരിയായൊരു പ്ലാനിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിന് നമുക്കൊരു പ്ലാനിങ് വേണം, ഒരു ഫോർകാസ്റ്റിംഗ് വേണം. സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റേഴ്സായിട്ട് ഇരുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഫണ്ട് ബാങ്കിൽ നിന്ന് എടുക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും. അടുത്തൊരു നിയമാവലിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.